നമസ്കാരം. ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും കസേരക്കമ്പവും അധികാരമോഹവും ഒട്ടും കുറയാതെ ഇടതുപക്ഷ മുന്നണിയിലെ തമ്മിലടിയാണ് ഇപ്പോൾ പരസ്യമായി പുറത്തു വന്നിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ആർക്ക് നൽകണമെന്നതിനെ ചൊല്ലി സിപിഎമ്മും സിപിഐയും തമ്മിൽ പുകയുന്ന വലിയ ആഭ്യന്തര തർക്കങ്ങൾ ഒതുക്കി തീർക്കാൻ നേതാക്കൾ നെട്ടോട്ടമോടുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് പുറത്തു പറയാൻ കൊള്ളാവുന്ന യാതൊരുവിധ ധാരണയും മുന്നണിയിൽ ആയിട്ടില്ലെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ ഇപ്പോൾ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നത്. കൂടിയാലോചനയിലൂടെ ഈ ഒരു വലിയ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും തങ്ങൾക്കിടയിൽ യാതൊരുവിധ ഭിന്നതയോ പ്രശ്നങ്ങളോ ഇല്ലെന്നുമുള്ള സ്ഥിരം ക്യാപ്സ്യൂളും TP രാമകൃഷ്ണൻ പുറത്തുവിട്ടിട്ടുണ്ട്. CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി അതീവ രഹസ്യമായി ചർച്ച നടത്തിയ ശേഷമാണ് കൺവീനറുടെ ഈ വിയർപ്പൊഴുക്കിയുള്ള പ്രതികരണം. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും അത് തങ്ങൾക്ക് വിട്ടുനിൽക്കാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടിലാണ് CPIM ഇപ്പോഴുള്ളത്. തർക്കങ്ങൾ മുറുകുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അതീവ വിചിത്രമായ രാഷ്ട്രീയ ന്യായീകരണങ്ങളാണ് ബിനോയ് വിശ്വം നടത്തുന്നത്. CPIക്കും CPMനും ഒരേ രാഷ്ട്രീയമാണെന്നും അത് LDFന്റെ രാഷ്ട്രീയമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ആ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നും തങ്ങൾ അർഹിക്കുന്ന പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തക്ക സമയത്ത് തന്നെ തങ്ങൾക്ക് കിട്ടുമെന്നും ബിനോയ് വിശ്വം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് CPIക്ക് മുന്നിൽ യാതൊരു കാരണവശാലും വഴങ്ങേണ്ടതില്ലെന്നാണ് CPIMന്റെ അന്തിമ തീരുമാനം. പുറത്തുപോയി ഒരു പരസ്യ സംവാദം ഉണ്ടാക്കേണ്ട കാര്യമല്ല ഈ ഉപനേതാവ് പദവി എന്ന് TP രാമകൃഷ്ണൻ മുമ്പും പറഞ്ഞിരുന്നെങ്കിലും ഉള്ളിലെ സ്വരച്ചേർച്ച ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് LDFനെ എത്തിച്ചിരിക്കുന്നത്. ഈ തമ്മിലടിയുടെയും പദവി തർക്കത്തിന്റെയും പിന്നിലുള്ള യഥാർത്ഥ വില്ലൻ ആരാണെന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാം. മറ്റാരുമല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് ഇതിന് പിന്നിൽ. ഭരണം പോയി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നിട്ടും തന്റെ കയ്യിലിരിക്കുന്ന അമിത അധികാരങ്ങൾ ആരുമായി വിഭജിക്കാൻ പിണറായി വിജയൻ ഒട്ടും തയ്യാറല്ല. അതിന്റെ കൃത്യമായ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താനിരിക്കുന്ന കസേരയ്ക്ക് താഴെ മറ്റൊരു പദവിയും ആർക്കും നൽകില്ലെന്ന കടുംപിടുത്തത്തിലാണ് അദ്ദേഹം. ലളിതമായി പറഞ്ഞാൽ നിയമസഭയിൽ ഏകാധിപതിയായി പ്രതിപക്ഷ നേതാവായി വാഴാനാണ് പിണറായി വിജയൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. തനിക്ക് താഴെ ഒരു ഉപനേതാവ് പദവി രൂപീകരിച്ച് അത് ഘടകകക്ഷിയായി CPIക്ക് നൽകിയാൽ തന്റെ വ്യക്തിപ്രഭാവത്തിനും സർവാധികാരത്തിനും ഇളക്കം തട്ടുമെന്നും നിയമസഭയ്ക്കുള്ളിലെ തന്റെ പ്രസക്തി കുറഞ്ഞു പോകുമെന്നും പിണറായി വിജയൻ കരുതുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ആർക്കും അധികാരം നൽകാത്ത പിണറായി ഘടകകക്ഷിയായ CPIയെ ഒരു വിലയും നൽകാതെയാണ് കാണുന്നത് എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഒരു തർക്കങ്ങൾ.